എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. 2 നേന്ത്രപ്പഴം കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി അധികം പഴുക്കാത്ത 2 നേന്ത്രപ്പഴം എടുക്കാം. ഇതുപോലെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. നേന്ത്രപ്പഴം ഇതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു സ്നാക്കാണ്. ഇതുപോലെ 2 പഴത്തിൻ്റെയും തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഇതൊന്ന് ഉടച്ചെടുക്കാം. കാഷ്യൂനട്ടും ഈന്തപ്പഴമാണ് നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്ന ഫില്ലിങ്. ഇതുപോലെ നന്നായി ഉടച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി കൈ കൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം കയ്യിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്നും ഇതേപോലെ കുറച്ച് പഴം എടുത്ത് കയ്യിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നടുവിലായിട്ടൊരു കുഴി ഉണ്ടാക്കാം. അതിലേക്ക് ഡേറ്റ്സും നട്ട്സും കൂടെ വെച്ച് കൊടുത്ത് കവർ ചെയ്തെടുക്കാം. ഈ നേന്ത്രപ്പഴം കുറച്ച് ലൂസായിട്ട് നമുക്ക് തോന്നും, പക്ഷേ അത് റവയിൽ കോട്ട് ചെയ്തെടുക്കാനായതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം മറു കയ്യിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതേപോലെ ഒരു ബൗളിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ ഇതിനെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി ബാലൻസ് ഉള്ളത് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് പരത്തിയതിന് ശേഷം നടുവിലൊരു കുഴിയാക്കി കൊടുത്ത് ഡേറ്റ്സും നട്ട്സും വെച്ച് കൊടുത്ത് ഇതേപോലെ കവർ ചെയ്തെടുക്കാം. വീണ്ടും കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം റവയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം സിമ്പിളാണെന്നുള്ളത്. വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ 4 എണ്ണം ഇതിനും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉൾവശമൊന്നും ഒരുപാട് വേകണ്ടാത്തത് കൊണ്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. റവയിൽ കോട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ പുറമേ നന്നായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കുകയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. ഇപ്പോൾ സ്നാക്ക് നന്നായി പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം ഉള്ളപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. ഇത് കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറമേ നന്നായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കുകയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.